നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. അംഗപരിമിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി MB രാജേഷ്. പട്ടാമ്പിയിൽ ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം. കേരള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽസ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനം ഷൊർണൂരിൽ. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം രാജ്യത്തിനാകെ മാതൃകയാക്കിയതിൽ അധ്യാപകർ വഹിച്ച പങ്ക് വളരെ വലുതെന്ന് മന്ത്രി MB രാജേഷ്. വിയ്യൂർ ഹൈ സെക്യൂരിറ്റി ജയിൽ പരിസരത്തു നിന്ന് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ കേരളം വിട്ടതായി സൂചന. തൃശൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച ബാലമുരുകൻ അതിർത്തി കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു. തൃശൂർ കൊരട്ടിയിൽ പഞ്ചായത്ത് മുൻ വനിതാ മെമ്പറുടെ വീടിന് നേരെ യുവാവിന്റെ ആക്രമണം. മതിലകം നെടുമ്പറമ്പിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് പടിയൂർ സ്വദേശി ബഷീർ. സംസ്ഥാന ആരോഗ്യ വകുപ്പിനെതിരെ SFI. പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓപ്പറേഷൻ തിയേറ്റർ പരിശീലനം വെട്ടിക്കുറച്ചതിനെതിരെ പ്രതിഷേധം. പാലക്കാട് മെഡിക്കൽ കോളേജിനോട് ആരോഗ്യവകുപ്പ് പുലർത്തുന്നത് നീതികേടെന്ന് SFI നേതാക്കൾ. ഭാരതപ്പുഴയിലെ കാരൂർ ക്ഷേത്രക്കടവിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മരിച്ചത് പൈങ്കുളം റോഡ് പടിഞ്ഞാറേ തോപ്പിൽ തൊടി പരേതനായ സുരേന്ദ്രന്റെ മകൻ 15 വയസ്സുള്ള ആര്യൻ. ഒഴുക്കിൽപ്പെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് കാണാതായ ആര്യന്റെ മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെ. കഞ്ചിക്കോട് വനമേഖലയിൽ പൊട്ടിവീണ ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 2 കരടികൾ ചത്ത നിലയിൽ. അതിരപ്പള്ളി ചാലക്കുടി സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ തടഞ്ഞ് ഒറ്റയാൻ. അരമണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് കഞ്ചിക്കോട് 3 ഏക്കർ പ്രദേശത്ത് വനം വകുപ്പിന്റെ സോളാർ വേലി മറികടന്ന് ഒറ്റയാൻ ഇറങ്ങി. ജനവാസ മേഖലയിലെത്തിയ കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഭിന്നശേഷിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ചിലർ രാഷ്ട്രീയ ലാഭത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഭിന്നശേഷിക്കാരെ കബളിപ്പിച്ച് ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാനും ശ്രമം. പാലക്കാട്ട് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ജില്ലാ സമ്മേളനം. ഭിന്നശേഷി പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യണമെന്നും സമ്മേളനം. മഴക്കാല മുന്നൊരുക്കങ്ങളുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. വിവിധ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ശുചീകരണ യജ്ഞം തുടങ്ങി. മഴക്കാലപൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ച് ഡ്രൈ ഡേ ആചരിച്ചു. വാർത്തകൾ വിശദമായി. ശാരീരിക ശേഷി കുറവുള്ള അംഗപരിമിതരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി MB രാജേഷ്. സംഘടന ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. പട്ടാമ്പിയിൽ 4ാമത് ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി MB രാജേഷ്. സാധ്യമായ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നതിന് സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു തരുന്നതായും തുറന്ന് സംസാരിക്കവേ മന്ത്രി MB രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഈ അംഗപരിമിതരായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് പരമപ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. പലതരത്തിലുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ, നയം, നിയമനിർമ്മാണങ്ങൾ എന്നിവയെല്ലാം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സഞ്ചരിക്കാനുള്ള ഒരു അവകാശം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കെട്ടിടങ്ങളെല്ലാം ഡിഫറൻ്റ്ലി ഏബിൾഡിന് കൂടി സഹായകരമാവുന്ന നിലയിൽ റാമ്പ് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ നിഷ്കർഷിക്കുന്നില്ല. വീൽചെയറിൽ കഴിയുന്നവർക്ക് കൂടി സഹായകരമാവുന്ന നിലയിൽ റാമ്പുകൾ ഉണ്ടാവുന്നതിനെ നിഷ്കർഷിക്കുന്നു. ശനിയാഴ്ച രാവിലെ പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിലായിരുന്നു ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ AKWRF സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ മന്ത്രി ഉപഹാരങ്ങളും വിതരണം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് സദറുസമാൻ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് മുഹസിൻ MLA മുഖ്യാതിഥിയായിരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, സംഘാടക സമിതി ചെയർമാൻ TP ഷാജി, TA രണദിവെ, സിദ്ദിഖ് പത്രാസ്, സുലൈഖ പറക്കട്, ഹബീബ് കൊപ്പം തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി വാസുണ്ണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. റോയ് ജേക്കബ് സംഘടന വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംഘടനാ ചർച്ച, പ്രമേയാവതരണം, ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനത്തെ 70 പ്രതിനിധികളായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുത്ത്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം രാജ്യത്തിനാകെ മാതൃകയാക്കുന്നതിൽ അധ്യാപകർ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് മന്ത്രി MB രാജേഷ്. വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ ശക്തമായി നിലനിർത്താൻ
നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. കേരള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽസ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനം ഷൊർണൂർ നിള റെസിഡൻസിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ മികവ് ഇന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. ദേശീയ തലത്തിൽ തന്നെ നീതി ആയോഗിന്റെ നാഷണൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ തുടർച്ചയായി 7 വർഷം കേരളത്തിന് ഒന്നാമതെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. അത് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട നേട്ടമാണ്. അത് പറയുമ്പോൾ ചിലർ വിചാരം അത് അങ്ങനെ ഒരു നേട്ടം കിട്ടി സർക്കാരിന് മാത്രം അവകാശപ്പെട്ടതായി പോവും എന്നാണ്. അങ്ങനെയല്ല, എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു നേട്ടമാണ്. കേരളത്തിനാകെ അഭിമാനിക്കാവുന്നൊരു നേട്ടമാണ്. അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മികവിനെയാണ് കാണിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്കത് കൈവരിക്കാൻ കഴിഞ്ഞത്. ശനിയാഴ്ച രാവിലെ നടന്ന പൊതുസമ്മേളനത്തിൽ KHSPA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ N. സക്കീർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TG മാർട്ടിൻ സ്വാഗതം പറഞ്ഞു. ഷാഫി പറമ്പിൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിശിഷ്ടാതിഥിയായിരുന്നു. തുടർന്ന് നടന്ന അനുമോദന സദസ്സും യാത്രയയപ്പ് സമ്മേളനവും ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് EP നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. DHSE ജോയിന്റ് ഡയറക്ടർ R. സുരേഷ് കുമാർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. DHSE എക്സാമിനേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ K. ബാബു, KH സാജൻ, അക്കാഡമിക് ഡെപ്യൂട്ടി ഡയറക്ടർ S. സജി, എറണാകുളം RDD KA വഹീദ, PM അനിൽ, KR ഗിരിജ, VK അശോക് കുമാർ, M. സന്തോഷ് കുമാർ, K. സുധ, KR മണികണ്ഠൻ, T. ഗിരി, RV അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പൈങ്കുളം റോഡ് റെയിൽവേ ഗേറ്റിന് സമീപം പടിഞ്ഞാറെ തോപ്പിൽ തൊടി വീട്ടിൽ പരേതനായ സുരേന്ദ്രന്റെ മകൻ 15 വയസ്സുകാരൻ ആര്യനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം കാരൂർ ക്ഷേത്രക്കടവിലെ ഭാരതപ്പുഴയിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയ ആര്യനെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. ഷൊർണൂർ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ശനിയാഴ്ച രാവിലെ 8:30 മൃതദേഹം കണ്ടെത്തിയത്. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആര്യൻ. വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ സഹോദരൻ ആദ്യത്തിനും കൂട്ടുകാർക്കുമൊപ്പമാണ് കാരൂർ ക്ഷേത്രക്കടവിലെ ഭാരതപ്പുഴയിൽ കുളിക്കാനായി ആര്യൻ എത്തിയത്. കുളിക്കുന്നതിനിടെ ആര്യൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒപ്പമുണ്ടായ കുട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്നെത്തിയ നാട്ടുകാരാണ് പോലീസിലും ഷൊർണൂർ അഗ്നിരക്ഷാസേനയിലും വിവരമറിയിക്കുന്നത്. മലമ്പുഴ ഡാം തുറന്നുവിട്ടതും വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ മഴയിലും ശക്തമായ ഒഴുക്കുണ്ടായിരുന്നതിനാൽ രാത്രി 9:30 വരെ തിരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല. വിവരമറിഞ്ഞ് സ്ഥലം MLAയും മന്ത്രിയുമായ K. രാധാകൃഷ്ണനും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദറും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. തുടർന്ന് ശനിയാഴ്ച രാവിലെ വീണ്ടും ആരംഭിച്ച തിരച്ചിലിനൊടുവിലാണ് കാരൂർ ക്ഷേത്രകടവിന് സമീപത്തായി 8:30 ആര്യന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ ഒരു വിദ്യാർത്ഥിയാണ്, 15 വയസ്സുള്ളൊരു പയ്യനാണ്. ഇന്നലെ അകപ്പെട്ടു. അപ്പോൾ ഇന്നലെ വെള്ളം പൊതുവെ കൂടുതലായിരുന്നു. 2 ആളുടെ അടി താഴ്ചയുണ്ട്. അവിടെ ഒരു ഒഴുക്കിൽ പെട്ടതാണ് പയ്യൻ. ഇന്നലെ ഒരു 3-3.5 മണിക്കൂറോളം ഇന്നലെ തെരച്ചിൽ നടത്തി. കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ഒരു 1-1.5 മണിക്കൂർ തെരഞ്ഞു ഇപ്പോൾ കണ്ടെത്തി. ചെറുതുരുത്തി പോലീസിന്റെ മേൽ നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വിയ്യൂർ ഹൈ സെക്യൂരിറ്റി ജയിൽ പരിസരത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി തമിഴ്നാട് സ്വദേശി ബാലമുരുകൻ കേരളം വിട്ടതായി സൂചന. തൃശൂരിൽ നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ച് ബാലമുരുകൻ സംസ്ഥാന അതിർത്തി കടന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. വിയ്യൂരിന് സമീപത്തു നിന്ന് ഒരു ബൈക്ക് കാണാതായിട്ടുണ്ട്. ഇന്നലെ രാത്രി 9 മണിക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് തമിഴ്നാട് ആലങ്കുളം സ്വദേശി ബാലമുരുകൻ. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് പ്രതി രക്ഷപ്പെട്ടത്. തമിഴ്നാട്ടിലെ പെരിയ കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് സംഭവം. ബാലമുരുകനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാന ആരോഗ്യ വകുപ്പിനെതിരെ SFI പ്രതിഷേധം. പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓപ്പറേഷൻ തിയേറ്റർ പരിശീലനം വെട്ടിക്കുറച്ചതിനെതിരെയാണ് SFI പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പാലക്കാട് മെഡിക്കൽ കോളേജിനോട് ആരോഗ്യവകുപ്പ് പുലർത്തുന്നത് നീതികേടാണെന്ന് SFI ആരോപിച്ചു.
സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പാലക്കാട് മെഡിക്കൽ കോളേജിനോടുള്ള അവഗണനയ്ക്കെതിരെയാണ് SFI പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓപ്പറേഷൻ തിയേറ്റർ പരിശീലനം വെട്ടിക്കുറച്ചതിനെതിരെയാണ് SFIയുടെ പ്രതിഷേധം. പാലക്കാട് മെഡിക്കൽ കോളേജിനോട് ആരോഗ്യവകുപ്പ് പുലർത്തുന്നത് നീതികേടാണെന്ന് SFI ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് പാലക്കാട് മെഡിക്കൽ കോളേജിലെ IP വിഭാഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അന്ന് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പായില്ലെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ IP പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. ആവശ്യത്തിന് ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ഇല്ലാതായതോടെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം താളം തെറ്റി. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യം വേണ്ട ഓപ്പറേഷൻ തിയേറ്റർ പരിശീലനമാണ് ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇത് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പരിചയസമ്പന്നതയെ ഗുരുതരമായി ബാധിക്കും. പാലക്കാട് മെഡിക്കൽ കോളേജിനോടുള്ള ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയും അവഗണനയും അവസാനിപ്പിക്കണമെന്നതാണ് ഭരണാനുകൂല വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഞ്ചിക്കോട് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 2 കരടികൾ ചത്തു. കഞ്ചിക്കോട് വല്ലടി അയ്യപ്പൻമല ഭാഗത്തെ കാട്ടിലാണ് അമ്മക്കരടിയെയും കുഞ്ഞിനെയും ഷോക്കേറ്റ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് പോസ്റ്റൊടിഞ്ഞ വൈദ്യുതി ലൈൻ താഴെ വീണിരുന്നു. ലൈൻ നന്നാക്കാനായി വെള്ളിയാഴ്ച ഉച്ചയോടെ എത്തിയ KSEB ജീവനക്കാരാണ് കമ്പികളിൽ കുടുങ്ങി ചത്ത നിലയിൽ കരടികളെ കണ്ടെത്തിയത്. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വൈകിട്ടോടെ കരടികളുടെ ജഡം ധോണിയിലെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. രാവിലെ വെറ്റിനറി ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ കരടികളുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ മാത്രമേ കരടികളുടെ യഥാർത്ഥ പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവൂവെന്ന് വാളയാർ റേഞ്ച് ഓഫീസർ മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു. കഞ്ചിക്കോട് അയ്യപ്പൻമല പ്രദേശം കരടികളുടെ സാന്നിധ്യമുള്ള മേഖലയാണ്. ഇവിടെ കാട്ടാനയടക്കമുള്ള മൃഗങ്ങളും ജനവാസ മേഖലകളിലേക്ക് എത്താറുണ്ട്. വൈദ്യുതി പോസ്റ്റുകളിലേക്ക് കാട്ടാനകൾ മരം കടപുഴക്കിയിട്ട് വൈദ്യുതി തടസ്സമുണ്ടാകുന്നതും പതിവാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ കൊരട്ടിയിൽ വീടിന് നേരെ യുവാവിന്റെ ആക്രമണം. കൊരട്ടി പഞ്ചായത്ത് മുൻ മെമ്പറും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിന്ധു ജയരാജിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. പാറക്കൂട്ടം സ്വദേശി അശ്വിനാണ് ആക്രമണം അഴിച്ചുവിട്ടത്. രാത്രിയിൽ വെട്ടുകത്തിയുമായി സിന്ധുവിന്റെ വീട്ടിലെത്തിയ യുവാവ് വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. തുടർന്ന് അസഭ്യവർഷം നടത്തിയ ശേഷം കാർപ്പുറത്തിൽ കിടന്നിരുന്ന കാറിന്റെ ചില്ലുകളും തകർത്തു. ഇത് നിന്റെ അവസാനത്തെയാണ്. പോലീസിനെ വിളിക്കേ. ഈ സമയത്ത് സിന്ധുവും മകനും കുഞ്ഞും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഏറെ നേരം യുവാവ് വീട്ടിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇതിനിടെ അയൽവാസികൾ കൊരട്ടി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് അശ്വിനെ പിടികൂടിയത്. അശ്വിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. നേരത്തെയും ഇയാൾ സ്വന്തം വീടിന് നേരെ ഉൾപ്പെടെ സമാന രീതിയിൽ ആക്രമണം നടത്തിയിട്ടുള്ള ആളാണെന്ന് പറയുന്നു. അശ്വിൻ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. സിന്ധുവിന്റെ അകന്ന ബന്ധു കൂടിയായ അശ്വിനെതിരെയുള്ള കേസുകൾ തീർക്കാൻ സിന്ധു ഇടപെടാഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭിന്നശേഷിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ ലാഭത്തിനായി ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു EN സുരേഷ് ബാബു. ഭിന്നശേഷിക്കാരെ കബളിപ്പിച്ച് അവരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ പോലും ശ്രമം നടക്കുന്നുണ്ടെന്നും EN സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടി. DAWF പ്രവർത്തനത്തെ കുറച്ചുകൂടി ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്കെതിരായിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റായ പ്രചാരങ്ങൾ നടത്തി അവരുടെ സംഘടനകളിലേക്ക് ആകർഷിക്കുന്ന നിലപാട് സ്വീകരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് വേണം ഈ മേഖലയിൽ നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ. അതിന് നമ്മുടെ എല്ലാം പരിമിതികൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി ഈ മേഖലയെ ശക്തിപ്പെടുത്താൻ, സംഘടനാ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഉള്ള ഒരു നേതൃത്വപരമായ പങ്ക് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഗിരീഷ് കീർത്തി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി റിജി ജോസ്, സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് ബാബു, ആര്യ ബൈജു, മണികണ്ഠൻ, PR ശോഭന, C മോഹൻദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭിന്നശേഷിക്കാരുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും പെൻഷൻ യഥാസമയം വിതരണം ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
അതിരപ്പള്ളി ചാലക്കുടി സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ തടഞ്ഞ് ഒറ്റയാൻ. ഇതോടെ ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിൽ അരമണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ 7 മണിയോടെയാണ് ചിക്ലായി ഭാഗത്ത് കൊമ്പൻ റോഡിലിറങ്ങിയത്. ആന റോഡിൽ നിന്ന് മാറാതെ നിന്നതിനാൽ ഇരുചക്ര വാഹനങ്ങളും സർവീസ് ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും വഴിയിൽ കുടുങ്ങി. ആളുകൾ ഒച്ചവെച്ചതോടെ ഒറ്റയാൻ റോഡിൽ നിന്ന് വനത്തിലേക്ക് കയറിപ്പോവുകയായിരുന്നു. തുമ്പൂർമൊഴി ഔഷധത്തോട്ടത്തിനും ചിക്ലായി ഔഷധത്തോട്ടത്തിനും ചിക്ലായി പെട്രോൾ പമ്പിനുമിടയിലാണ് ആനകൾ സഞ്ചാരികൾക്ക് ഭീഷണിയാകുന്നത്. തുമ്പൂർമൊഴി മുതൽ ചിക്ലായി വരെയുള്ള മേഖലയിൽ കാട്ടാനകൾ റോഡ് മുറിച്ചു കടക്കുന്നത് പതിവാണ്. ഈ മേഖലയിൽ സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തിയിൽ വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ കനത്ത കാറ്റിനെ തുടർന്ന് KCB വൈദ്യുത ലൈനിന് മുകളിൽ പ്ലാവിന്റെ കൊമ്പ് പൊട്ടിവീണ് സമീപത്തെ മതിൽ തകർന്നു. പൈങ്കുളം റോഡ് 1-ാം മൈൽ മാരിയമ്മൻ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഷെരീഫിന്റെ വീടിന്റെ മതിലാണ് തകർന്നത്. വെള്ളിയാഴ്ച രാത്രി 8:30യോടുകൂടി പൈങ്കുളം റോഡ് 1-ാം മൈൽ മാരിയമ്മൻ ക്ഷേത്രത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലെ പ്ലാവാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് KCB വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും മതിൽ തകരുകയും ചെയ്തത്. അപകടം നടന്ന് അരമണിക്കൂറിന് ശേഷമാണ് KCB അധികൃതർ സംഭവസ്ഥലത്തെത്തി വൈദ്യുത ബന്ധം വിച്ഛേദിച്ചത്. വൈദ്യുതി വിച്ഛേദിക്കുന്നതുവരെ ഇതുവഴി ആരും കടന്നുവരാത്തതിനാൽ വലിയൊരു അപകടം ഒഴിവാക്കാനായി. അപകടം നടന്ന സ്ഥലത്ത് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ നാട്ടുകാരനായ റഷീദിന്റെ സംയോജിതമായ ഇടപെടലിലാണ് വലിയൊരു അപകടം തന്നെ ഒഴിവാക്കാനായത്. സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലുള്ള പ്ലാവിന്റെ വലിയൊരു തടി റോഡിന്റെ ഇലക്ട്രിസിറ്റി കമ്പിയുടെ മുകളിലേക്ക് മറിഞ്ഞു വീണ് ഏകദേശം 2 മണിക്കൂർ മുന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ പരിസരത്തൊന്നും കറണ്ടില്ല. ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇവിടെ നിന്നിട്ട് അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. ആ മരത്തടി തൊട്ടടുത്തുള്ള ഷെരീഫ് എന്ന വ്യക്തിയുടെ മതിലെല്ലാം പൊളിച്ച് അങ്ങനെ കടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കഞ്ചിക്കോട് 3 ഏക്കർ ഭാഗത്തെ ജനവാസ മേഖലയിൽ ഒറ്റയാൻ ഇറങ്ങി. പ്രദേശത്തെ കാർഷിക വിളകൾ കൊമ്പൻ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. മീൻവല്ലം തുടിക്കോട് ഭാഗത്താണ് പകൽ സമയത്തും വീടിനോട് ചേർന്നും സമീപത്തെ തോട്ടത്തിലും കൊമ്പൻ നിലയുറപ്പിച്ചത്. തോട്ടത്തിലിറങ്ങിയ കൊമ്പൻ തെങ്ങ്, കവുങ്ങ്, വാഴ ഉൾപ്പെടെ വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. കാട്ടാനകൾക്ക് പ്രതിരോധം തീർക്കാനായി നിർമ്മിച്ച സോളാർ വേലി മറികടന്നാണ് ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനംവകുപ്പ് RRT സംഘം പടക്കം പൊട്ടിച്ച് കൊമ്പനെ കാടുകയറ്റുകയായിരുന്നു. 1 മാസം മുമ്പ് മീൻവല്ലം വെള്ളച്ചാട്ടത്തിലിറങ്ങിയ കൊമ്പനാണ് വീണ്ടും നാട്ടിലിറങ്ങിയതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. സോളാർ വേലിയും മറികടന്ന് കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് പ്രദേശത്ത് വലിയ ഭീതി പരത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ ഒലിച്ചുപോയ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപ ചെലവിട്ട് 3 ഗ്രാമീണ റോഡുകളാണ് പുനർനിർമ്മിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ ജൽജീവൻ മിഷൻ പൈപ്പിടാനായി പൊളിച്ച ശേഷം മെച്ചലിട്ട് കോൺക്രീറ്റ് പ്രവൃത്തി നടത്താതെ ഇട്ടിരുന്ന മണ്ണൂർ മേലേപ്പറമ്പ് റോഡാണ് ഒലിച്ചുപോയത്. അതോടൊപ്പം തകർച്ചയിലായ കരടകത്തൊടി, പൊട്ടമ്പുലാക്കൽ എന്നീ റോഡുകളും പുനർനിർമ്മിക്കുന്നുണ്ട്. തകർന്ന റോഡുകളിൽ കോൺക്രീറ്റ് ഇടുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചതായി സ്ഥലം സന്ദർശിച്ച 2-ാം വാർഡ് അംഗം ഹുസൈൻ ഷെഫീഖ് പറഞ്ഞു. ആ മേലേപ്പറമ്പ് റോഡ് കഴിഞ്ഞ മഴയിൽ കുത്തിയൊലിച്ചുകൊണ്ട് റെസ്റ്റോറേഷനിൽ കുത്തിയൊലിച്ചുകൊണ്ട് അതിലിട്ടിരുന്ന മെറ്റൽ താഴെ റോഡിലേക്ക് എത്തുകയും ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പോവുകയും അടിയന്തരമായി തന്നെ ആ റോഡ് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ റോഡ് കോൺക്രീറ്റ് നടക്കുന്നത്. തീർച്ചയായും ഈ മെറ്റലിങ്ങും ടാറിങ്ങും അല്ലെങ്കിൽ മെറ്റലിങ്ങും കോൺക്രീറ്റും ഒരുമിച്ച് ഇടാതെ ഈ മഴക്കാലത്ത് സാധാരണ രീതിയിൽ റോഡ് പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഈ റോഡിന്റെ വിജയം. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി നാട്ടുകാർക്ക് സഹായമേകിക്കൊണ്ട് അടിയന്തരമായി തന്നെ മഴയുടെ മുമ്പ് തന്നെ ഈ കോൺക്രീറ്റ് ഇവിടെ നടക്കുന്നത്. 6 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടുള്ള ഈ കോൺക്രീറ്റ് പൂർത്തീകരിച്ചാൽ ഏകദേശം 2-ാം വാർഡിലുള്ള മുഴുവൻ റോഡ് പണികൾ ഏകദേശം പൂർത്തീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി താലൂക്ക് സർക്കാർ ആശുപത്രിയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും സംയുക്തമായി ഹജ്ജിന് പോകുന്നവർക്കായി പട്ടാമ്പിയിൽ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. 304 പേർക്കാണ് വാക്സിനേഷൻ നൽകിയത്. മുഹമ്മദ് മുഹസിൻ MLA ക്യാമ്പ് സന്ദർശിച്ചു. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഹജ്ജിന് പോകുന്നവർക്കായി വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 304 പേർക്കാണ് വാക്സിനേഷൻ നൽകിയത്. മുഹമ്മദ് മുഹസിൻ MLA ക്യാമ്പ് സന്ദർശിച്ചു. നമുക്കറിയാം, നേരത്തെ ആശുപത്രിക്ക് അകത്താണ് ഇത്തരത്തിൽ ക്യാമ്പ് നടത്തിയിരുന്നത്. അത് വളരെയേറെ അവിടെ വരുന്ന രോഗികൾക്കും ഹാജിമാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് പട്ടാമ്പി കോളേജിൽ
വെച്ചുകൊണ്ട് ഇന്ന് വാക്സിനേഷൻ ക്യാമ്പ് നടക്കുന്നത്. ഹജ്ജിൻ്റെ മുന്നോടിയായിട്ടുള്ള അവർക്ക് ക്ലാസ്സുകളും മറ്റെല്ലാ സൗകര്യങ്ങളും നേരത്തെ ചെയ്തു. ഇതിന് ശേഷം ഇനി ഹജ്ജ് ക്യാമ്പ് ആരംഭിക്കാൻ പോവുകയാണ്. 20-ാം തീയതി മുതലാണ്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുറഹ്മാൻ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. പട്ടാമ്പി താലൂക്കിലെ 2ാമത്തെ ക്യാമ്പായിരുന്നു ശനിയാഴ്ച സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ പൊതുയിടങ്ങൾ ശുചീകരിച്ചു. ക്ലീൻ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി നടന്ന ശുചീകരണത്തിൽ പഞ്ചായത്തിലെ 14 വാർഡുകളിലും സ്കൂളുകളും കേന്ദ്രീകരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. പത്രിപ്പാലിയിൽ നടന്ന ശുചീകരണം പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. ജൂലൈ മാസത്തോടുകൂടി നമുക്കത് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഒരു പരിധിവരെ മാലിന്യപ്രശ്നം പരിഹരിക്കാനാവും എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ വിശ്വാസം. എന്തായാലും ഈ 18-19 സീറ്റുകളിൽ നമ്മുടെ വാർഡുകളിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വാർഡ് തലത്തിലുള്ള എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ ആശാപ്രവർത്തകരും ഹരിതകർമ്മസേന അംഗങ്ങളും അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമായിക്കൊണ്ട്, അതായത് വരുന്ന മഴക്കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ വിവിധ രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു പഞ്ചായത്തായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. വാർഡംഗം A. ഷിഹാബ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ PC സുമ, AK ജയശ്രീ, VM അൻവർ സാദിഖ്, ഷെഫീന നജീബ്, സരിത, സുജിത് കുമാർ, ഹെഡ് ക്ലർക്ക് സന്ധ്യ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷെറീന, ഹെൽത്ത് ഇൻസ്പെക്ടർ ശർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യവകുപ്പ്, കുടുംബശ്രീ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാവർക്കർമാർ, ആരോഗ്യവകുപ്പ്, NSS വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഡ്രൈ ഡേ ആചരിച്ചു. ശനിയാഴ്ച രാവിലെ ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. ദിനാചരണം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന കാര്യത്തിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏതാണ്ട് 80% നിലയിലേക്ക് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനായിട്ട് സാധിച്ച നഗരസഭ കൂടിയാണ്. അതോടൊപ്പം തന്നെ ജൈവ മാലിന്യങ്ങൾ ഏറ്റവും കുറവ് കൈകാര്യം ചെയ്യേണ്ട സ്ഥിതിയാണ് ഷൊർണൂരിലുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നഗരസഭയിലെ ബോധവൽക്കരണം, അതോടൊപ്പം തന്നെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം നഗരസഭ തയ്യാറാക്കി കൊടുത്തു എന്നതുകൂടിയാണ് ജൈവ മാലിന്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചത്. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഷൊർണൂരിൽ ഡ്രൈ ഡേ ആചരിച്ചത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി PS. രാജേഷ് സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ JR. രഞ്ജിത് കുമാർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM. ലക്ഷ്മണൻ, കൗൺസിലർമാരായ ശ്രീകലാരാജൻ, MK. ശരത്, CK. സൗമ്യ, KS. ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, ആശാവർക്കർമാർ, ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. മഴയ്ക്ക് മുൻപേ ശുചീകരണം എന്ന തലക്കെട്ടിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലും ശനിയാഴ്ച മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. രാവിലെ 8-ന് ഓങ്ങല്ലൂർ സെന്ററിൽ നടന്ന ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് നിർവഹിച്ചു. പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, മറ്റു മെമ്പർമാർ പങ്കെടുത്ത് സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേന, ശുചീകരണ തൊഴിലാളികൾ, നാട്ടുകാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. 2 ദിവസങ്ങളായാണ് ശുചീകരണ പ്രവൃത്തികൾ സംഘടിപ്പിക്കുക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. വാണിയംകുളം നഗരത്തിൽ നിന്നാരംഭിച്ച ശുചീകരണ യജ്ഞം P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വീടുകൊള്ളുന്ന നമ്മുടെ പ്രദേശത്തെ ആകെ മാലിന്യമുക്തമായി സൂക്ഷിക്കേണ്ട ബാധ്യത ജനങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ജനങ്ങളെ അതിലേക്ക് തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ കേരള സംസ്ഥാന ഗവൺമെൻറ് ശുചിത്വ മിഷൻ, ഹരിത മിഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കും. അതിൻ്റെയൊക്കെ ഭാഗമായി വലിയ മുന്നേറ്റമാണ് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നത്. എന്നാലും പൂർണ്ണമായിട്ടൊന്നുമില്ല. അപ്പോൾ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം തന്നെയാണ് അത് സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടത്. സഹായകരമായ നിലപാടുകൾ സംസ്ഥാന സർക്കാരും മറ്റ് സംവിധാനങ്ങളും സ്വീകരിക്കുന്നു. ചടങ്ങിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P. ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ V. സിന്ധു, EP. രഞ്ജിത്ത്, KS. മഞ്ജിമ, വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K. ഭാസ്കരൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി R. ബിന്ദു, ഹെൽത്ത് ഇൻസ്പെക്ടർ K. സുശി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റ് പ്രസിഡന്റ് TA. മുഹമ്മദ് ഷാജഹാൻ എന്നിവർ സംസാരിച്ചു.
പഞ്ചായത്തിലെ 18 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. ശുചീകരണ യജ്ഞം പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് 16 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിലേക്ക് നമ്മളെ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ നമ്മളെ ADS, CDS, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, അംഗൻവാടി ടീച്ചർമാർ, അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായ ഒരു മഹത്തായ ഒരു ശുചീകരണ പ്രവർത്തനമാണ് നമ്മുടെ പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടത്തി വരുന്നത്. പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലുമാണ് മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ശുചീകരണ യജ്ഞത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായി കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ മെയ് 18-19 തീയതികളായി മുഴുവൻ വാർഡുകളിലും ജനകീയ പങ്കാളിത്തത്തോടുകൂടി ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ കൊപ്പം ടൗണിൽ വെച്ച് മുഹമ്മദ് മൂസിൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് K ബീന, TV വത്സല, മെമ്പർമാരായ AP രാമദാസ് മാസ്റ്റർ, MC അബ്ദുൽ അസീസ്, S മിനി ടീച്ചർ, EK ഷഫീഖ്, K വയലായുധൻ എന്നിവർ പങ്കെടുത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ U അജയ്കുമാർ, K മോഹൻദാസ്, M രാജൻ, P സുന്ദരൻ, TK അബ്ദുൽ ഷുക്കൂർ, AK മുസ്തഫ, T റിയാസുദ്ദീൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് T കുഞ്ഞാപ്പ ഹാജി, JCI പ്രസിഡന്റ് ഷിഹാബ് ഷിബു, വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് A വിനോദ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹരിതകർമ്മ സേനാംഗങ്ങൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞം നടന്നു. ശുചീകരണ യജ്ഞം വാർഡ് മെമ്പർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് വിജയ അധ്യക്ഷയായി. ആശാവർക്കർ ബിന്ദു, കുടുംബശ്രീ CDS അംഗം സുബൈദ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. പട്ടാമ്പി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. ശുചീകരണ പ്രവൃത്തിയുടെ നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ മാസ് ശുചീകരണം ഇവിടെ നടത്തുന്നത്. 18-19 തീയതികളിൽ കേരളത്തിലെമ്പാടും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള മാസ് ക്ലീനിങ്ങുകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ശങ്കരമംഗലം ഭാഗത്താണ് ക്ലീനിങ് നടത്തുന്നത്. നമുക്കറിയാം, പട്ടാമ്പി നഗരസഭ വലിച്ചെറിയൽ മുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ഒരു വലിച്ചെറിയപ്പെടുന്ന ഒരു സ്വഭാവം ഇന്ന് ഈ ശങ്കരമംഗലം ഭാഗത്ത് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ശങ്കരമംഗലം ഇരട്ടക്കുളത്തിന് സമീപത്താണ് ശുചീകരണ പ്രവൃത്തിയുടെ നഗരസഭാതല ഉദ്ഘാടനം നടന്നത്. മഴയ്ക്ക് മുൻപേ എന്ന തലക്കെട്ടിൽ 2 ദിവസമായാണ് ശുചീകരണം. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT റുഗിയ അധ്യക്ഷയായി. കൗൺസിലർമാരായ CA റാസി, ദീപ, ശ്രീനിവാസൻ, സെക്രട്ടറി ബ്ലെസി സെബാസ്റ്റ്യൻ, ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ, ഹെൽത്ത് സൂപ്പർവൈസർ അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേന പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ, നാട്ടുകാർ, പരിസ്ഥിതി പ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കെടുത്തു. ശുചീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ബോധവൽക്കരണ സന്ദേശ റാലിയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. 95-ാം വയസ്സിലും കെട്ടിട നിർമ്മാണ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് തൃശൂർ പൂങ്കുന്നം സ്വദേശിനി കത്രീന. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നതിൽ സംതൃപ്തിയിലാണ് ഈ മുത്തശ്ശി. സഹതൊഴിലാളികൾക്കൊപ്പം വാർദ്ധക്യത്തെ അതിജീവിച്ച് കരുത്തോടെ പണിയെടുക്കുന്ന കത്രീന നിരവധി ആദരങ്ങളും ഇതിനിടെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കനത്ത വെയിലിലും ജോലി തിരക്കിലാണ് കത്രീന. 55 വർഷമായി കത്രീന കെട്ടിട നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. 27 വർഷം മുമ്പ് ഭർത്താവ് ബേബി മരിച്ചു. പിന്നീട് മക്കളെ പോറ്റാനായാണ് കത്രീന ജോലിക്ക് പോയി തുടങ്ങിയത്. കുട്ടികളൊക്കെ ആയിപ്പോൾ അവരെ വളർത്താനായിട്ടൊരു ഭാഗമില്ല. അപ്പോൾ വാർക്കപ്പണിക്ക് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയത് ഒരേ പാലങ്ങളും അതും ഇതും പണിയാൻ സീറ്റ് അങ്ങനെ ഇട്ടാ പോലെ സ്വിമ്മിംഗ് പൂള്, ചാലക്കുടി പാലം, ഇവിടെ ഈ ഭാഗം ഇനി പണിയാത്ത അമല ആസ്പത്രി, അതൊരു മണ്ണുകുന്നല്ലായിരുന്നേ, അത്
സഫയർ. ഞാൻ ഈ പണിയാത്ത ഈ ലോകത്ത് രുക്മണി മണ്ഡപം, ഷാർജ, റെയിലങ്ങോട്ട് കടക്കോടത്ത് ഇപ്പുറത്തുള്ള ഷാർജ ഒക്കെ മരിച്ചില്ലേ, അതൊക്കെ ഞാൻ പറഞ്ഞു. 4 മക്കളിൽ ഒരാൾ മരിച്ചു. ബാക്കിയുള്ളവർ വളർന്നപ്പോൾ അമ്മ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും കത്രീന കൂട്ടാക്കിയില്ല. ഇതോടെ മക്കൾ അമ്മയെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും കത്രീന ചെയ്യും. ജോലിക്ക് ഒരു ദിവസം പോകാതിരുന്നാൽ ക്ഷീണമാകുമെന്നാണ് കത്രീന പറയുന്നത്. മൂത്ത മകന് 60 വയസ്സായി. അവർക്കില്ലാത്തത്ര ആരോഗ്യം കത്രീനയ്ക്കുണ്ട്. ദിവസവും വെളുപ്പിന് വാർക്കപ്പണികൾക്കായി കത്രീന പോകും. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ, സിനിമാ നടൻ മമ്മൂട്ടി തുടങ്ങിയവരിൽ നിന്ന് കത്രീന ആദരവുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കത്രീന മുത്തശ്ശി ഇപ്പോൾ വൈറലാണ്. ജോലിക്കിടയിൽ ചൂടും മഴയും കത്രീനയ്ക്ക് പ്രശ്നമേയല്ല. സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് ജീവിക്കുന്നതിന്റെ സംതൃപ്തിയിലാണ് ഈ 95-കാരി. മരണം വരെ ജോലിക്ക് പോകണമെന്നാണ് കത്രീനയുടെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 84-ന്റെ നിറവിൽ മണ്ണൂർ രാജകുമാരനുണ്ണി. മണ്ണൂരിന്റെ സംഗീത സമ്രാട്ടായ മണ്ണൂർ രാജകുമാരനുണ്ണി ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഇല്ലാതെയാണ് ഞായറാഴ്ച 84-ാം പിറന്നാളിലേക്ക് കടക്കുന്നത്. സംഗീതജ്ഞനും അധ്യാപകനും പിന്നണി ഗായകനുമായ മണ്ണൂർ രാജകുമാരനുണ്ണി ഞായറാഴ്ചയാണ് 84-ാം പിറന്നാൾ ആഘോഷിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചും ക്ഷേത്രങ്ങളിൽ അന്നദാനം നൽകിയുമാണ് ഇത്തവണ ആഘോഷം. ഇതിന്റെ ഭാഗമായി മംഗലം വാഗ്വീശ്വരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം നടത്തും. തുടർന്ന് ഭഗവാന്റെ സന്നിധാനത്തിൽ ഭക്തജനങ്ങൾക്കൊപ്പം ചേർന്ന് ഭക്ഷണം കഴിക്കും. പാലിയേറ്റീവ് കെയർ ക്ഷേത്രങ്ങളിലേക്ക് അന്നദാനം, നിർധന രോഗികൾ എന്നിവർക്ക് കഴിയുന്ന സഹായം ചെയ്താണ് ശതാഭിഷേകം ആഘോഷിക്കുന്നത്. മറ്റു ചടങ്ങുകളൊന്നുമില്ല. കഴിഞ്ഞ 7 പതിറ്റാണ്ടിലധികമായി സംഗീത സഭയെ നടത്തിവരുന്ന മണ്ണൂർ രാജകുമാരനുണ്ണി മികച്ച അധ്യാപകനുള്ള ദേശീയ അധ്യാപക അവാർഡും സംസ്ഥാന സർക്കാരിന്റെ സംഗീതത്തിനുള്ള ടാഗോർ അവാർഡ്, കാഞ്ചി കാമകോടി വിദ്വാൻ പുരസ്കാരം, അക്ഷര പുരസ്കാരം, പഴശ്ശിരാജ അവാർഡ് അടക്കം നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സഹധർമ്മിണി ലൈല രാജകുമാരനുണ്ണിയും സംഗീതജ്ഞയാണ്. മണ്ണൂർ നഗരിപ്പുറം രാഗസുധയിലാണ് താമസം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ മതിലകം നെടുമ്പറമ്പിൽ MDMAയുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പടിയൂർ സ്വദേശി 35 വയസ്സുള്ള ബഷീറിനെയാണ് തൃശൂർ റൂറൽ ഡാൻസ് ആപ്പ് ടീമും മതിലകം പോലീസും ചേർന്ന് പിടികൂടിയത്. മതിലകം നെടുമ്പറമ്പിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ കട നടത്തിവന്നിരുന്ന ബഷീർ പ്രദേശത്തെ യുവാക്കൾക്ക് വിൽപ്പന നടത്താനായി കൊണ്ടുവന്ന 2.5 ഗ്രാം MDMA ആണ് പോലീസ് പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. തീരദേശത്ത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ലഹരിമരുന്ന് നൽകുന്ന മുഖ്യകണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ SP നവനീത് ശർമ്മയുടെ നിർദ്ദേശാനുസരണം കൊടുങ്ങല്ലൂർ DYSP സന്തോഷ് കുമാർ, മതിലകം ഇൻസ്പെക്ടർ K നൌഫൽ, സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഫി, CR പ്രദീപ്, ASI പ്രജീഷ്, CPOമാരായ നിഷാന്ത്, മാനുവൽ, ഷിജു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ CDS 26-ാം വാർഷികാഘോഷം നടന്നു. അരങ്ങ് എന്ന പേരിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷ പരിപാടികൾ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ശ്രീദേവി ഉള്ളപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് രൂപ എല്ലാ വകുപ്പിലും എവിടേക്ക് കിട്ടുന്നുണ്ട്, മങ്കര പഞ്ചായത്തിലേക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ പുതിയ ഒരു അക്കൗണ്ടന്റ് വരുമ്പോ അതിലൊരിക്കലും എന്ത് സംഭവിക്കരുത്, നമുക്ക് കുറവ് സംഭവിക്കരുത്. അപ്പൊ കൂടുതൽ ഫണ്ടുകൾ നമുക്ക് ലഭ്യമാക്കുമ്പോൾ അതിനനുസരിച്ച് കുടുംബശ്രീയുടെ യൂണിറ്റുകളും സജീവമായി നിന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഫണ്ടുകൾ വരും. അല്ലാണ്ട് സുജ മാത്രം വിചാരിച്ചതുകൊണ്ട് ഫണ്ട് വന്നിട്ട് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയില്ല. ചടങ്ങിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ KA വിനീത അധ്യക്ഷയായി. പഞ്ചായത്ത് ഉപാധ്യക്ഷ A മല്ലിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രാമചന്ദ്രൻ, EP സുരേഷ്, സുജാത, ശ്രീദേവി, സുജ, സുജാത, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഭക്ഷണവും ഉണ്ടായി. കലാപരിപാടികളിലെ വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 2.5 കോടി രൂപ നൽകിയില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വഴി അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. എറണാകുളം തൃക്കാക്കര തൈക്കാട്ടുകര സ്വദേശി കരുണാനിവാസിൽ 39 വയസ്സുള്ള ബോസ്കോയെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പറവൂർ സ്ത്രീപീഡന കേസിൽ പ്രതിയാക്കുമെന്നും പരാതി ഒത്തുതീർക്കുന്നതിന് 2.5 കോടി രൂപ നൽകണമെന്നും അല്ലാത്തപക്ഷം യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ തൃശൂർ പാപ്പിനിവട്ടം സ്വദേശിയിൽ നിന്ന് പണം ആവശ്യപ്പെട്ടത്. പരാതിക്കാരന്റെ സുഹൃത്തും ബിസിനസ് പാർട്ണറുമായ വ്യക്തിയെ വിളിച്ചായിരുന്നു പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയത്. പിന്നീട് യൂട്യൂബ് ചാനലിൽ പരാതിക്കാരനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ലഭിച്ച പരാതിയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത്
സ്റ്റേഷൻ ഇൻസ്പെക്ടർ M. സുജിത് അന്വേഷണം ആരംഭിച്ചത്. വിശദമായ അന്വേഷണത്തിൽ ബോസ്കോയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേസിൽ ഇനിയും 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം തുടരുകയാണ്. സബ് ഇൻസ്പെക്ടർ പ്രമോദ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദുർഗാലക്ഷ്മി, സിവിൽ പോലീസ് ഓഫീസർമാരായ വൈശാഖ്, ഷാൻ, അരുൺജിത്ത് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഞ്ഞാൽ തോട്ടത്തിൽ മനയിൽ 12 ദിവസങ്ങളായി നടക്കുന്ന മഹാകിരാതരുദ്ര യജ്ഞത്തിന്റെ 12ാം ദിനത്തിൽ വിവിധ പരിപാടികൾ നടന്നു. യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന ട്രിപ്പിൾ തായമ്പകയ്ക്ക് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ നേതൃത്വം നൽകി. 12ാം ദിനത്തിൽ കാലത്ത് പ്രത്യക്ഷ മഹാഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയ്ക്കു ശേഷം 7 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടേക്കാരന്റെ എഴുന്നള്ളത്ത് നടന്നു. പഞ്ചവാദ്യ പ്രമാണത്തിന് പരക്കാട് തങ്കപ്പൻ മാരാർ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, തിരുവിലാമല ഹരി, മച്ചാട് ഉണ്ണിനായർ, പാഞ്ഞാൾ വേലുക്കുട്ടി എന്നിവർ നേതൃത്വം വഹിച്ചു. ശേഷം സുബ്രഹ്മണ്യ പൂജയും കാവടിയും പ്രസാദകൂട്ടും നടന്നു. വൈകുന്നേരം കേളി, കൊമ്പുവറ്റ്, കുഴൽപ്പറ്റ്, സഹസ്രദീപ കാഴ്ച, ദീപാരാധന, അത്താഴപൂജ, വേട്ടക്കാരന്റെ മുല്ലക്കൽ പാട്ട് എന്നിവയും അരങ്ങേറി. രാത്രി 7 മണിക്ക് 7 ഗജവീരന്മാരുടെയും പത്മശ്രീ പെരുവനൻ കുട്ടന്മാരാരും സംഘവും നയിക്കുന്ന ഗംഭീര മേളത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടക്കാരന്റെ എഴുന്നള്ളത്ത് നടന്നു. ശേഷം കളംപൂജ, കളംപാട്ട്, കളപ്രദക്ഷിണം, 12000 നാളികേരമേറ്, കളംമാക്കൽ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചളവറ ഗ്രാമപഞ്ചായത്തിന്റെ ഈ വർഷത്തെ ICP സ്മാരക പുരസ്കാരം മുൻമന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടിക്ക് ICPയുടെ ഓർമ്മദിനമായ മെയ് 27 രാവിലെ 10 മണിക്ക് ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K. രാധാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. ചന്ദ്രബാബു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയും കേരളത്തിലെ കോൺഗ്രസ്, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആദ്യകാല സംഘാടകനുമായിരുന്നു ചളവറ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റ് കൂടിയായ ICP നമ്പൂതിരി. ICPയുടെ സ്മരണയ്ക്കായി 2021 മുതലാണ് ചളവറ ഗ്രാമപഞ്ചായത്ത് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ വർഷം മുൻമന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടിക്ക് പുരസ്കാരം നൽകുമെന്ന് ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. ചന്ദ്രബാബു പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ B. അനന്തകൃഷ്ണൻ, ഡോക്ടർ CP ചിത്രഭാനു, GP രാമചന്ദ്രൻ, ഡോക്ടർ സംഗീത ചേന്നംകുളം, ഡോക്ടർ അജിത് കാളിയത്ത് എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ICPയുടെ ഓർമ്മദിനമായ മെയ് 27 രാവിലെ 10 മണിക്ക് ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K. രാധാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ വർഷം അധികാര വികേന്ദ്രീകരണം, കേന്ദ്രീകൃത ആസൂത്രണം, ഈ മേഖലകളിൽ ലോകത്തിനു മുന്നിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്നതിൽ നേതൃത്വപരമായ സംഭാവന നൽകിയ വ്യക്തി എന്ന നിലയിൽ കേരളത്തിൻ്റെ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ പാലൊളി മുഹമ്മദ് കുട്ടിക്കാണ് ICP പുരസ്കാരം സമ്മാനിക്കുന്നത്. പുരസ്കാര നിർണയ സമിതി കൺവീനർ CP ചിത്രഭാനു, K. ഗീത, V. പ്രതീഷ്, VK. അനിൽകുമാർ, V. സുനന്ദ, UP. രാധിക എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം മരുത്തങ്കോട് നിയന്ത്രണം വിട്ട് JCB ബുള്ളറ്റിലിടിച്ച് അപകടം. അപകടത്തിൽ ബുള്ളറ്റ് യാത്രികയായ യുവതിക്ക് പരിക്കേറ്റു. വെള്ളർക്കാട് സ്വദേശി 37 വയസ്സുള്ള നിഷയ്ക്കാണ് പരിക്കേറ്റത്. പാതയോരത്ത് നിർത്തിയ ബുള്ളറ്റിന് പിറകിൽ JCB ഇടിക്കുകയായിരുന്നു. കുന്നംകുളം ഭാഗത്തു നിന്ന് എരുമപ്പെട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന JCBയാണ് അമിത വേഗതയിലെത്തി ബുള്ളറ്റിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണാണ് യുവതിക്ക് പരിക്കേറ്റത്.
പരിക്കേറ്റ യുവതിയെ മരത്തങ്കോട് അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബുള്ളറ്റിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കര കാർമൽ മൗണ്ട് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വളർത്തുമൃഗങ്ങൾ സ്നേഹസമ്മാനമായി നൽകി ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ. ലോക വെറ്റിനറി ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ തൃശൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് സ്നേഹസമ്മാനം നൽകിയത്. കുട്ടികൾക്ക് മുട്ടക്കോഴികളും പോത്തിൻകുട്ടിയും അവയ്ക്കാവശ്യമായ ധാതുലവണ മിശ്രിതവും ടോണിക്കുമാണ് സമ്മാനമായി നൽകിയത്. പരിപാടി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. വളർത്തുമൃഗങ്ങളുടെ പരിപാലനം കുട്ടികളുടെ മാനസികോല്ലാസത്തിനും അതുവഴി വ്യക്തിത്വ വികസനത്തിനും വലിയൊരു പങ്കുവഹിക്കുന്നതായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച IVA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ N ഉഷാറാണി പറഞ്ഞു. ഡോക്ടർമാരായ സുമി ചന്ദ്രൻ, അനീഷ് രാജൻ, വിനോദ്, ലിഷ, സിസ്റ്റർ ഷർമിലി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ കാർത്തിക് V കുട്ടൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ തലപ്പള്ളി താലൂക്ക് സെക്രട്ടറി ഡോക്ടർ രാമു നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം പഞ്ചായത്തിലെ വിരമിച്ച അംഗൻവാടി പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. KV ശാന്തകുമാരി, K പ്രേമകുമാരി, K സരസ്വതി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെയും അംഗൻവാടി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടത്തിയ യാത്രയയപ്പ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. അതോടുകൂടി നിലവിലുള്ള നമ്മുടെ അംഗൻവാടികളുടെയൊക്കെ പശ്ചാത്തല സൗകര്യങ്ങൾ നല്ല നിലയിൽ ചർച്ച ചെയ്യാനുള്ള വേദിയിലാണ് എനിക്ക് ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആളുകൾക്ക് അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാകും. അപ്പൊ ആ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അംഗൻവാടികളൊക്കെ നല്ല നിലയിലുള്ള അടിസ്ഥാന സൗകര്യമുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിന് VC ചന്ദ്രിക അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ, പഞ്ചായത്ത് അംഗം EP രഞ്ജിത്ത്, M ലക്ഷ്മി, K സത്യഭാമ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അംഗൻവാടി പ്രവർത്തകർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ 100 ദിവസത്തെ കൗണ്ടൻ ആഘോഷങ്ങളുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്ന MDNIYയുടെ നിർദ്ദേശത്തെ തുടർന്ന് യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. മെയ് 21 ഷൊർണൂർ കാർമൽ CMI സ്കൂളിലാണ് യോഗാഭ്യാസങ്ങളും ക്ലാസുകളും നടക്കുകയെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 21 തീയതി രാവിലെ നടക്കുന്ന ചടങ്ങ് പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്ര ഡയറക്ടർ ഡോക്ടർ C സുധാകർ ഉദ്ഘാടനം ചെയ്യും. 1000-ഓളം ആളുകൾ ഒരുമിച്ച് യോഗ ചെയ്യാനുള്ള സംവിധാനങ്ങളും യോഗയുടെ പ്രാധാന്യം സാധാരണ ജനങ്ങൾക്ക് എത്തിക്കുക എന്നതുമാണ് ഈ ക്ലാസുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മെയ് 21 രാവിലെ 6:30 തന്നെ കാർമൽ സ്കൂളിലെ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിക്ക് എത്തണമെന്ന് ഡയറക്ടർ ഡോക്ടർ C സുധാകർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സുദേശൻ ഗൈദാനി, അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ VC ദീപ്, ഡോക്ടർ തമിഴ് സെൽവം, റിസർച്ച് ഓഫീസർ ഡോക്ടർ രമ്യ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ പ്രോഗ്രാം ഈ ആയുർവേദവുമായിട്ട് നല്ല ബന്ധം നമുക്ക് ഈ യോഗയ്ക്കുണ്ട്. പലതിലും വ്യായാമം എന്ന് പറയുന്നത് ഈ ആയുർവേദത്തിന്റെ ഒരു മഹത്തായ ഒരു കാര്യമാണ്. എല്ലാ രോഗങ്ങളിലും നമുക്കൊരു കൃത്യമായ ശമനം കിട്ടണമെങ്കിൽ വ്യായാമത്തിനും കൂടി പ്രാധാന്യമുണ്ട്. വ്യായാമം, ലഘു വ്യായാമം ചെയ്യുന്നതിനാണ് ആയുർവേദം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോവിഡ് വന്നപ്പോഴും മറ്റു സന്ദർഭങ്ങളിലൊക്കെ വ്യായാമവും കൂടി ചേർത്താണ് നമ്മൾ മരുന്നുകൾ കൊടുത്തിരുന്നത്. ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് നമ്മൾ ഈ യോഗത്തിലെ ചില മുറകൾ, ഈ യോഗാസനങ്ങളും പ്രാണായാമവും ധ്യാനവും എല്ലാം നമ്മൾ പരിശീലിപ്പിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് കൂടിയാണ് ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സംസ്ഥാന വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിന് പാലക്കാട്ട് തുടക്കം. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് K പ്രേംകുമാർ MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്പോർട്സ് കൗൺസിൽ കഴിഞ്ഞ വർഷം രൂപീകരിച്ച സ്റ്റേറ്റ് ടെക്നിക്കൽ കമ്മിറ്റിയാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാതല മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 4 വീതം കളിക്കാരാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. 7 റൗണ്ടുകളിലായാണ് മത്സരം. ചാമ്പ്യൻഷിപ്പ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിലെ ആദ്യ 4 റൗണ്ടുകൾ ശനിയാഴ്ച പൂർത്തിയായി. ഞായറാഴ്ച രാവിലെ 9-ന് അവശേഷിക്കുന്ന റൗണ്ടുകളിലെ മത്സരങ്ങൾ കൂടി നടക്കും. വൈകിട്ട് 4-ന് സമ്മാന വിതരണവും ഉണ്ടാകും. ആദ്യ 4 സ്ഥാനക്കാർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ യോഗ്യത നേടും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. അംഗപരിമിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി MB രാജേഷ്. പട്ടാമ്പിയിൽ ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം.
കേരള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽസ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനം ഷൊർണൂരിൽ. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം രാജ്യത്തിനാകെ മാതൃകയാക്കിയതിൽ അധ്യാപകർ വഹിച്ച പങ്ക് വളരെ വലുതെന്ന് മന്ത്രി MB രാജേഷ്. വിയ്യൂർ ഹൈ സെക്യൂരിറ്റി ജയിൽ പരിസരത്ത് നിന്ന് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ കേരളം വിട്ടതായി സൂചന. തൃശൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച ബാലമുരുകൻ അതിർത്തി കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു. തൃശൂർ കൊരട്ടിയിൽ പഞ്ചായത്ത് മുൻ വനിതാ മെമ്പറുടെ വീടിന് നേരെ യുവാവിന്റെ ആക്രമണം. മതിലകം നെടുമ്പറമ്പിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് പടിയൂർ സ്വദേശി ബഷീർ. സംസ്ഥാന ആരോഗ്യ വകുപ്പിനെതിരെ SFI. പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓപ്പറേഷൻ തിയേറ്റർ പരിശീലനം വെട്ടിക്കുറച്ചതിനെതിരെ പ്രതിഷേധം. പാലക്കാട് മെഡിക്കൽ കോളേജിനോട് ആരോഗ്യവകുപ്പ് പുലർത്തുന്നത് നീതികേടെന്ന് SFI നേതാക്കൾ. ഭാരതപ്പുഴയിലെ കാരൂർ ക്ഷേത്രക്കടവിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മരിച്ചത് പൈങ്കുളം റോഡ് പടിഞ്ഞാറേ തോപ്പിൽ തൊടി പരേതനായ സുരേന്ദ്രന്റെ മകൻ 15 വയസ്സുള്ള ആര്യൻ. ഒഴുക്കിൽപ്പെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് കാണാതായ ആര്യന്റെ മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെ. കഞ്ചിക്കോട് വനമേഖലയിൽ പൊട്ടിവീണ ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 2 കരടികൾ ചത്ത നിലയിൽ. അതിരപ്പള്ളി ചാലക്കുടി സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ തടഞ്ഞ് ഒറ്റയാൻ. അരമണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് കഞ്ചിക്കോട് 3 ഏക്കർ പ്രദേശത്ത് വനം വകുപ്പിന്റെ സോളാർ വേലി മറികടന്ന് ഒറ്റയാൻ ഇറങ്ങി. ജനവാസ മേഖലയിലെത്തിയ കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഭിന്നശേഷിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ചിലർ രാഷ്ട്രീയ ലാഭത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഭിന്നശേഷിക്കാരെ കബളിപ്പിച്ച് ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാനും ശ്രമം. പാലക്കാട്ട് ഡിഫറൻറ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ജില്ലാ സമ്മേളനം. ഭിന്നശേഷി പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യണമെന്നും സമ്മേളനം. മഴക്കാല മുന്നൊരുക്കങ്ങളുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. വിവിധ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ശുചീകരണ യജ്ഞം തുടങ്ങി. മഴക്കാലപൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ച് ഡ്രൈ ഡേ ആചരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.